ഹായ് ഡിയേഴ്സ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കുള്ള ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. 2020 MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സമയം 10 മുതൽ 15 വൈകിട്ട് 5 മണി വരെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നത്തെ അപ്ഡേറ്റ്സിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന കോഴ്സ് ഈ വർഷം CEE വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ക്യാൻസൽ ആയിട്ടുള്ള ഒരു വിജ്ഞാപനവും കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിലെ BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് കോഴ്സിലെ പ്രവേശനത്തിനായി ഓപ്ഷൻ നൽകാനും 10/11/2020 വിജ്ഞാപന പ്രകാരം അവസരം നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത കോഴ്സിന്റെ പ്രവേശനം നടത്തുന്നതിന് കേരള കാർഷിക സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ സർക്കാർ പ്രാബല്യത്തിലായതിനാൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ കോഴ്സിലേക്ക് അലോട്ട്മെന്റ് നടത്തുന്നതല്ല. ആയതിനാൽ BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് കോഴ്സിന് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾ 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ആവശ്യമെങ്കിൽ ഓപ്ഷൻ പുനഃക്രമീകരണം നടത്തേണ്ടതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അതിനു പകരം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ആ കോഴ്സിന് ക്ഷണിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഈ വർഷവും ഉള്ളത്. കഴിഞ്ഞ വർഷം കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരുള്ള വെള്ളാനിക്കര കോളേജിലായിരുന്നു അഡ്മിഷൻ. നമ്മുടെ +2ന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അഡ്മിഷൻ. അവരൊരു ടെസ്റ്റും നടത്തും. അത് രണ്ടിലും കൂടിയുള്ള ഒരു മാർക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു അലോട്ട്മെന്റ് നടത്തിയിരുന്നത്. അതും ഈ വർഷവും അതുപോലെ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതല്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷനുകളിൽ പുനഃക്രമീകരണം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നടത്താനുള്ള സമയമുണ്ട്. 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഓപ്ഷൻ ക്രമീകരണം നടത്തേണ്ടതാണ്. CNB എന്ന ഓമനപ്പേരിൽ അറിയുന്ന ഈ കോഴ്സിന് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ മാർക്കിന്റെ ബേസിലാണ് കൊടുത്തിരുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് വെള്ളാനിക്കരയുള്ള തൃശ്ശൂർ കോളേജുകളിലാണ് ഈ കോഴ്സ് ഉള്ളത്. വളരെ നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സും കൂടിയാണിത്. നിങ്ങൾക്ക് അഗ്രികൾച്ചർ റൂറൽ ഏരിയയിലൊക്കെ തന്നെ ബാങ്കിങ് സെക്ടറുകളിലും അതുപോലെ തന്നെ മാനേജേഴ്സ് പൊസിഷൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ആളുകളുടെ ധനസമാഹരണം, ഇതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ബാങ്കിങ്ങിലുള്ള പോസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കോഴ്സ്. അതുകൊണ്ട് 40 സീറ്റുകളാണ് ഉള്ളത്. 1981 കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു കോഴ്സാണിത്. അപ്പൊ 4 വർഷത്തെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സും കൂടിയാണ് ഉള്ളത്. 7,500 രൂപയാണ് പെർ ഇയറിന്റെ ഇതിന്റെ ഫീസ് നിരക്ക് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ കോഴ്സിന് അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്യണമെന്ന് CEE അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യണേ, ഒപ്പം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.